ഏറ്റവും വലിയ പ്രാധാന്യം ഇന്ന് നമ്മുടെ കമ്പനി ആരംഭിച്ച് 13ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ്. 2013 ഓഗസ്റ്റ് 13-നാണ് മൈലേജ് സ്റ്റൈൽ കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്ത് സ്റ്റാർട്ട്. എല്ലാവരും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് സാറേ. ഉണ്ടല്ലേ, ഞാൻ ഒന്ന് പരിഹരിക്കട്ടെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, കേൾക്കാമല്ലോ? ഇല്ല സാർ, കേൾക്കാം. ഓക്കെ. അപ്പൊ 13 വർഷം കൊണ്ട് നമ്മുടെ കമ്പനി എവിടെ എത്തി? അതായത് നമ്മൾ ഓരോ സെക്ടറിനെ കുറിച്ച് പറയാറുണ്ട്. കാർഷിക രംഗം, വ്യാവസായിക രംഗം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആണെങ്കിൽ ശരിക്കും മൈലേജ് സ്റ്റൈല് നമ്മളുടെ ഒരു സാമ്പത്തിക പരിച്ഛേദത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് വലിയൊരു ശതമാനം ആളുകളുടെ ജീവിതത്തിൽ വലിയ കോൺട്രിബ്യൂഷൻ, വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു സമയമാണ്. 13 കൊല്ലം മുമ്പ് 15 പ്രൊഡക്റ്റുമായിട്ട് തുടങ്ങിയ ഈ കമ്പനി 13ാമത്തെ വർഷം എത്തിയപ്പോഴേക്കും 150ഓളം പ്രൊഡക്റ്റും 1000-ന് പുറത്ത് ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ ഏതാണ്ട് 23ഓളം ആയുഷ് പ്രീമിയം പ്രോഡക്റ്റും ITC എബവ്, അതായത് ITC റാങ്ക് കഴിഞ്ഞ ആൾക്കാർ മാത്രം എനിക്ക് തോന്നുന്നു ഒരു 400ഓളം ആൾക്കാർ, 500-നടുത്ത ആൾക്കാരുണ്ട്. CTCമാരും അതിന് താഴോട്ടുള്ള ആൾക്കാർ എണ്ണം നോക്കി അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു വ്യക്തിയെ കൊണ്ടോ ഒരു കമ്പനിയെ കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ളൊരു വളർച്ച മൈലേജ് സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വിരലുണ്ടാവുന്ന ജില്ലകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ജില്ലയിലും ഇന്ത്യയിൽ വലിയ അച്ചീവേഴ്സിനെ, കോടീശ്വരന്മാരെ അടക്കം സൃഷ്ടിച്ചു കഴിഞ്ഞൊരു കമ്പനിയായിട്ട് മാറി. ഇപ്പൊ കേരളത്തിൽ നമ്മൾ എവിടെ പോയാലും മൈലേജ് സ്റ്റൈലിന്റെ വലിയ അച്ചീവേഴ്സ് ഉണ്ട്. അതിൽ കൊല്ലം ജില്ല മാത്രമേ ഉള്ളൂ, പത്തനംതിട്ട ജില്ല മാത്രമേ ഉള്ളൂ ഒരു അപവാദം എന്ന് പറയാൻ പറ്റില്ല, അവിടെ വളർച്ച ഇനി കിടക്കുന്നേ ഉള്ളൂ, സാധ്യത കിടക്കുന്നേ ഉള്ളൂ. ബാക്കി ഏത് ജില്ലയിൽ പോയാലും ITCമാരെ നമുക്ക് കാണാം. പലയിടത്തും GTCമാര്, WTCമാര്, ഡയമണ്ട്സ്, ഈവൻ ഈ ജില്ലകളെക്കാളൊക്കെ ജനസംഖ്യ കുറഞ്ഞ റിമോട്ട് ഏരിയ എന്ന് വേണേൽ പറയാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസായ വയനാട് പോലും 4-5 ആൾക്കാർ ITCയും GTCയും UTC ഒക്കെ ആയിട്ട് മൈലേജ് സ്റ്റൈലിൽ മാറിക്കഴിഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലും ഈ ബിസിനസ്സിന്റെ ശരിയായ മാറ്റത്തിന്റെ പതാക പിടിക്കേണ്ട ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മാറ്റത്തെ നയിക്കുക, ലീഡ് ദ ചേഞ്ച് എന്ന് പറയും. മാറ്റത്തെ നയിക്കുക, മാറ്റത്തെ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റത്തെ നയിക്കാൻ പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു പക്ഷേ നമുക്ക് ഒന്നുകിൽ ചരിത്രം വായിക്കുന്നവരാവാം, അല്ലെ ചരിത്രം എഴുതുന്നവരാവാം. രണ്ടവസരമുണ്ട്. ചരിത്രം വായിക്കുന്നവരാകാൻ അക്ഷരം മാത്രം പഠിച്ചാൽ മതി. ചരിത്രം എഴുതുന്നവരാവാൻ മുമ്പിൽ നിന്ന് നയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മുമ്പിൽ നിന്ന് നയിക്കണമെങ്കിൽ സ്വാഭാവികമായും ഒന്ന് ഇച്ഛാശക്തി വേണം, 2 പ്രതികൂലാവസ്ഥയെ തരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിൽ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അൺസർട്ടനിറ്റിയുടെ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിന്റെ ഉത്തരം കണ്ടെത്തുന്നവരാണ് ഒരു നേതാവ് എന്നൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ലക്ഷ്യബോധമില്ലാത്ത ആളുകളെ, കുഞ്ഞാടുകളെ നയിച്ചുകൊണ്ട് പോകുന്ന ആട്ടിടനെ പോലെ ഒരേ ഡയറക്ഷനിലോട്ട് അവരുടെ വിശ്വാസം ആർജിച്ച് അവരുടെ മനസ്സിൽ ജീവിച്ച് അവരെ നേരായി വഴിക്ക് നയിക്കാനുള്ള ഇച്ഛാശക്തിയോടെ മുമ്പിൽ നിന്ന് നയിക്കുകയും ആ ആളുകൾ പിന്തുടരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കും നമുക്കും നേട്ടം ഉണ്ടാവുകയും അതുവഴി നമ്മൾ നേതൃത്വത്തിലേക്ക് എത്തുകയും അതുവഴി വിജയിക്കുകയൊക്കെ ചെയ്യും. ഇത് നമ്മുടെ വീട്ടിലായാലും കുടുംബത്തായാലും ഒക്കെ തന്നെ സമാന സിറ്റുവേഷൻ വരാറുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും മരണങ്ങൾ വരുന്ന സമയത്ത്, സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത്, പല സിറ്റുവേഷനിലും നമുക്ക് കുറച്ചൊരു ഇച്ഛാശക്തിയോടുകൂടി മുമ്പിൽ നിന്ന് നയിക്കേണ്ട സിറ്റുവേഷൻ വരും. ചിലപ്പോൾ നമ്മളെ കൂടാതെ നമ്മുടെ അച്ഛനോ സഹോദരങ്ങളോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പാർട്ട് നമ്മൾ ഭംഗിയാക്കുക എന്നുള്ളതാണ്. ഇന്ന് 13 വർഷം കമ്പനി എത്തിയ സാഹചര്യത്തിൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ വലിയ പ്രോഗ്രാം. എനിക്ക് ഇന്ന് വൈകുന്നേരം 2-3 സൂം മീറ്റിങ്ങുകളുണ്ട്. ഒന്ന് ആന്ധ്രയിലെ ടീമിൻ്റെത്, 2 മലബാറിലെ ടീമിൻ്റെത്. ഈ 13 വർഷത്തിൻ്റെ സെലിബ്രേഷൻസ് ആണ്. എല്ലാ അരമണിക്കൂർ വെച്ചിട്ട് സ്ലോട്ട് കൊടുത്തിരിക്കുകയാണ്.
അതല്ലാതെ കേരളത്തിലെ എല്ലാ റീജിയണൽ ഓഫീസുകളും, നമ്മുടെ കൊച്ചി ഓഫീസിലടക്കം രാവിലെ 11 മണിക്ക് കേക്ക് കട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പക്ഷെ ഒന്ന് രണ്ട് മറ്റ് പ്രോഗ്രാമുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈലേജ് സ്റ്റൈൽ 13 കൊല്ലം കൊണ്ട് വേറെ ഏത് കമ്പനിക്കും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ദൂരത്തിൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നു. പക്ഷേ ഏറ്റവും വലിയ തമാശ, ഈ വളർന്നു കഴിഞ്ഞ ഇത്രയും അച്ചീവേഴ്സ് ഉണ്ടായ നമുക്ക് നമ്മുടെ വില അറിയത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു ഒരു എന്താ പറയുക, എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതായത് പല കമ്പനികൾ, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഒരു സ്റ്റേറ്റിൽ അല്ല ഒരു രാജ്യത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട സാധനം നമ്മൾ പറയാറുണ്ട്, ഒന്ന് നല്ല കമ്പനി ആയിരിക്കണം, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം, നല്ല പ്ലാൻ ആയിരിക്കണം. ഇത് മൂന്നും കഴിഞ്ഞാൽ നാലാമത് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്, അല്ലെങ്കിൽ വളരാനുള്ള വളക്കൂറുള്ള മണ്ണാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോഡക്റ്റ് അവൈലബിലിറ്റി, അതിനാവശ്യമായ ഔട്ട്ലെറ്റുകൾ. രണ്ട്, റെഗുലറായ മീറ്റിംഗ് സെൻറ്ററുകൾ, എല്ലാ ആഴ്ചയിലും നടക്കുന്ന മീറ്റിംഗ് സെൻറ്ററുകൾ. ലീഡർമാർ തന്നെ പിരിവിട്ട് മീറ്റിംഗ് സെൻറ്റർ നടത്തേണ്ട അവസ്ഥ ഉണ്ടാവരുത്, കമ്പനിയായിട്ട് മീറ്റിംഗ് നടത്തണം. മൈലേജ് സ്റ്റൈൽ കമ്പനിയുടെ ഞങ്ങൾ കഴിഞ്ഞ 2023 ഡയമണ്ട് അബോ മീറ്റിംഗ് വെച്ച സമയത്ത്, ആ മീറ്റിങ്ങിൽ പോയ സമയത്ത് അവർ എന്താ പറയണ്ടേ, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെന്ന രീതിയിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ ടോപ്പ് ലീഡേഴ്സ് എന്ന രീതിയിൽ ഞങ്ങളോട് ഇതിൻ്റെയൊക്കെ കണക്ക് അവതരിപ്പിച്ചു. കണക്ക് മീൻസ് ഒരു ഔട്ട്ലൈൻ തന്നു. അതായത് 1200 സെൻറ്ററിന് എല്ലാ ആഴ്ചയിലും കമ്പനി നേരിട്ട് വാടക കൊടുക്കുന്നുണ്ട്. 1200 സെൻറ്ററിന്. ഈ 1200 സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കേരളത്തിലാണെങ്കിൽ കോട്ടയം മീറ്റിങ്ങിന് മാത്രം 30,000 രൂപ ഒരാഴ്ച വാടകയുണ്ട്. തിരുവനന്തപുരം മീറ്റിങ്ങിന് 16,000 18,000 ആണ്. ഏറ്റവും കുറവ് വാടക കേരളത്തിലുള്ളത്, നിങ്ങൾ ഹോളുകാരോട് പറയണ്ട, ബിഷപ്പ് ജെറോം നഗറിലും പത്തനംതിട്ട അബാൻ അർക്കേഡിലുമാണ്. 5,000 രൂപ 5,500 രൂപയാണ് വാടക. അതായത് 1000 സെൻറ്ററിൽ 5,000 രൂപ വെച്ച് വാടക കൂട്ടിയാൽ തന്നെ ഏറ്റവും മിനിമം കേട്ടോ, അത്രയും കുറവുള്ളത് സത്യത്തിൽ എന്താ പറയണ്ടേ, കേരളത്തിൽ ഒരിടത്തും കിട്ടുന്നില്ല, ഇന്ത്യയിൽ ഒരിടത്തും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്താ സാഹചര്യം. അപ്പോൾ നമ്മൾ 1200 സെൻറ്റർ ഒരാഴ്ച 5,000 രൂപ വെച്ച് നടത്തണമെങ്കിൽ 1 10 100 1000 15 ലക്ഷം 10 ലക്ഷം 60 ലക്ഷം രൂപ അതിന് തന്നെ വേണം ഒരാഴ്ചത്തേക്ക്. ഒരു മാസമാണെങ്കിൽ ഏതാണ്ട് 2.5 കോടിക്ക് പുറത്ത്, കമ്പനി പറഞ്ഞ കണക്കനുസരിച്ച് 4.5 കോടി കണ്ട എന്ന് വെച്ചാൽ 5,000-ന്റെ ഹോളില്ല, ഇറങ്ങില്ല. അതായത് ഇൻഫ്രാസ്ട്രക്ചർ മീറ്റിംഗ് സെൻറ്റർ നടന്നു പോകാൻ വേണ്ടി മാത്രം ഒരു മാസം 4-5 കോടി രൂപ മൈലേജ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് മുടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവരെവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ സാമാന്യ ബുദ്ധി മാത്രം വെച്ച് ആലോചിക്കണം. ഈ കമ്പനി എന്താണ്? പല കമ്പനികളുടെയും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ പല കമ്പനികളുടെയും ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം ഏതാ മൊത്തം തുടങ്ങാൻ വേണ്ടി മുടക്കിയേക്കുന്നത്. അപ്പോഴാണ് കോടികൾ മുടക്കി നമ്മൾ മീറ്റിംഗ് സെൻറ്റർ നടത്തുന്നുണ്ട്. കേരളത്തിൽ മാത്രം അതിന് ലീഡേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ, ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പൈസ, അതിൻ്റെ ഒരു 1/3 പൈസ കേരളത്തിൽ ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എങ്ങനെ ചുരുക്കി പിടിച്ചാലും ഒരു 3 CR പുറത്ത് ചെലവിട്ടുകൊണ്ടാണ് കമ്പനി മീറ്റിംഗ് സെൻറ്റർ തന്നെ നടക്കുന്നത്. അത്രയും സാമ്പത്തിക ഭദ്രതയുള്ള, അത്രയും പ്രോപ്പറായിട്ട്, ഇതൊക്കെ വർഷങ്ങളായി പോകുന്നതാണ്, വർഷങ്ങളായിട്ട് പ്രോപ്പറായിട്ട് പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. സമയാസമയത്ത് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ, പ്രോഗ്രാമുകൾ, പ്രോഡക്റ്റ് അപ്ഡേഷൻ. ഒരു കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സമയാസമയത്ത് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. മൈലേജ് സ്റ്റൈൽ കമ്പനിയുടെ ആവറേജ് പോക്ക് ഒരു വർഷം 10 പ്രോഡക്റ്റാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് എടുത്താൽ ചുരുങ്ങിയത് 10 പ്രോഡക്റ്റ് ഒരു വർഷം അവർ ഇറക്കാറുണ്ട്. ഞാൻ ഒരു കമ്പനിയെ മോശം പറയത്തില്ല, എങ്കിലും നമ്മളെക്കാൾ മുമ്പ് തുടങ്ങിയ കമ്പനികൾക്ക് ഇപ്പോഴും 10 പ്രോഡക്റ്റും ഇല്ലാത്ത കമ്പനിയുണ്ട്. അവർ സ്വയം ലോകത്തിൽ ഏറ്റവും വലുതാണെന്ന് അവർ തന്നെ പറയുകയും ചെയ്യും. നമ്മളൊരിക്കലും തർക്കിക്കാൻ നിൽക്കത്തില്ല. കാര്യം മറ്റൊരാളുടെ കുറവ് പറഞ്ഞ് ബിസിനസ് എടുക്കുന്നവരാവരുത് നമ്മൾ, നമ്മുടെ കഴിവ് പറഞ്ഞ് ബിസിനസ് എടുക്കുന്നവരാവണം. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു. മറ്റൊരാളുടെ കുറവ് പറഞ്ഞ് നമ്മൾ ബിസിനസ് എടുക്കണ്ട. അവർക്കതില്ല, ഇവർക്ക് ഇതില്ലാന്ന് എടുക്കണ്ട. നമ്മുടെ കഴിവ് പറഞ്ഞ് നമുക്ക് ബിസിനസ് എടുക്കാനുള്ളപ്പോൾ എന്തിനാ വേറുള്ള ആൾക്കാരുടെ കുറവ് പറഞ്ഞ് നമ്മൾ ബിസിനസ് എടുക്കുന്നത്?
അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേഞ്ച്, നമ്മളുടെ കോമ്പൻസേഷൻ പ്ലാൻ, അത് മാഷിക്ക് ഭഗവതിയെ മുമ്പ് കണ്ട് പരിചയമില്ല എന്ന് പറഞ്ഞതുപോലെ മുമ്പ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെയും പ്ലാൻ അറിയാത്തതുകൊണ്ട് പലർക്കും നമ്മുടെ പ്ലാനിനെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പ്ലാനിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്താണ്. ഒരു പുതിയ ജോയിനിങ് പോലും വരാതെ, ഒരു ഹോം മീറ്റിംഗ് പോലും നടക്കാതെ, ഒരു വീക്ക്ലി മീറ്റിംഗ്സിൽ ഒരാൾ പോലും വരാതെ നിന്ന സാഹചര്യത്തിലാണ് ഈ ബിസിനസ് ചെയ്ത എനിക്കടക്കം ഏറ്റവും വലിയ വരുമാനം എത്തിയത്. അതിൻ്റെ അർത്ഥം നിലവിൽ പുതിയ ആളുകൾ ചേർത്ത് അല്ലെ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് പോകുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് മൈലേജ് സ്റ്റൈലിൻ്റെ കമ്പനിയുടെ പ്ലാൻ അതിൻ്റെ 100 ഇരട്ടി മെച്ചമാണ്. കാരണം പുതിയ ആൾക്കാരുടെ വാങ്ങലിനും നിലവിലുള്ളവരുടെ വാങ്ങലിനും ഒരേ കമ്മീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ പല കമ്പനികളും അവിടെ വളരെ ബുദ്ധിപരമായി അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഡിസ്ട്രിബ്യൂട്ടർ നേരിട്ടൊരു പ്രോഡക്റ്റ് ഫസ്റ്റ് വരുന്ന ഒരാൾ 10,000 മാച്ചിങ് PV വരുമ്പം 1,200 രൂപയും, അവർ വീണ്ടും പർച്ചേസ് ചെയ്താൽ 10,000 PV വീണ്ടും മാച്ച് ആയാൽ 600 രൂപയും കൊടുക്കുന്ന പ്ലാനാണ് പലയിടത്തും ഉള്ളത്. ഇതൊക്കെ അറിയാവുന്നവർക്കറിയാം. അതായത് ഫസ്റ്റ് പർച്ചേസിനും റീപർച്ചേസിനും ഒരേ കമ്മീഷൻ കൊടുക്കുന്ന കമ്പനികൾ സത്യത്തിൽ ഇന്ത്യയിൽ ഇല്ലെന്ന് തന്നെയാണ് പറയാം. ഏതെങ്കിലുമൊക്കെ തട്ടിപ്പ് കമ്പനി ഉണ്ടാവും, കൂടുതൽ കാശ് കൊടുക്കും, പക്ഷെ എല്ലാ കാലം കൊടുക്കത്തില്ല. ജെന്യൂനായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാൻ, ഫസ്റ്റ് പർച്ചേസിനും നിലവിലുള്ളവരുടെ റീപർച്ചേസിനും ഒരേ വോളിയത്തിൽ കമ്മീഷൻ കൊടുക്കുകയാണ്. വലിയ ഇന്റർനാഷണൽ അമേരിക്കൻ കമ്പനികൾ വരെ റീപർച്ചേസിന്റെ ലെവൽ കൂടുന്നതനുസരിച്ച് പെർസെൻറ്റേജ് കുറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കമ്പനിക്ക് ഒരേ പ്ലാൻ. ഇനി ഏറ്റവും വലിയ, നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു യാഥാർത്ഥ്യം കൂടെ പറയാം. ഒരു കമ്പനി അവരുടെ പ്ലാൻ തുടങ്ങിയപ്പോൾ ഉള്ള അതേ പ്ലാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, തുടങ്ങിയത് തന്നെ തീരുമാനം എടുത്തിട്ടായിരുന്നുള്ളതാണ്. പല കമ്പനികളും തുടങ്ങി മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ വരുമ്പം പ്ലാൻ മാറ്റും. 8ഉം 10ഉം പ്രാവശ്യം പ്ലാൻ മാറ്റി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കമ്പനികളെ എനിക്കറിയാം നേരിട്ട്. ഞാൻ ഈ യൂണിയൻ്റെ സ്ക്രീനിങ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അത്തരം കമ്പനികളെ അറിയാൻ പറ്റും. അതായത് 13 വർഷം കൊണ്ട് മൈലേജ് സ്റ്റൈൽ ഇവിടെ എത്തിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ലീഡർമാരുടെ ഗുണം കൊണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മാനേജ്മെന്റിന്റെ ഗുണം കൊണ്ട് എന്ന് പറയാൻ കഴിയില്ല. പകരം കമ്പനി പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. MI എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് പ്ലസ് I എന്താണ്, ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത് കുടുംബം എന്ന് പറഞ്ഞതുപോലെ മാനേജ്മെന്റും ഫീൽഡും ഒരുപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ഡിപ്ലോമസി അല്ലെങ്കിൽ നയം കൃത്യമായുള്ളൊരു മാനേജ്മെന്റാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എന്ത് തീരുമാനങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സെപ്റ്റംബർ 29 NTC മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. വർഷത്തിൽ ഓരോ NTC മീറ്റിംഗ് വിളിക്കും. 2000, 2500, 3000 NTC ഉണ്ട്. ഒരു മെഗാ പ്രോഗ്രാമിന്റെ ഹോളിൽ കൊള്ളാൻ പറ്റുന്നതിനൊക്കെ കൂടുതൽ NTCമാരുണ്ട്. അത്രയും NTC ലീഡേഴ്സ്, അതിൻ്റെ പുറത്ത് ITC മീറ്റിംഗ് വർഷത്തിൽ ഒരെണ്ണം, അതിൻ്റെ പുറത്ത് 6 മാസം കൂടുമ്പോൾ ഈ NTC മീറ്റിംഗ് 2 കൊല്ലം കൂടുമ്പോഴായിരിക്കും. വർഷത്തിലൊരു ITC മീറ്റിംഗ് കൂടും, 6 മാസം കൂടുമ്പം WTC മീറ്റിംഗ്, 3 മാസം കൂടുമ്പം ഡയമണ്ട്, അതുപോലെ തന്നെ GTC തുടങ്ങിയ റാങ്കുകളുടെ മീറ്റിംഗ്. ഇത് കൂടാതെ അതായത് ഓരോ സമയത്തും ഫീൽഡിൽ നടക്കുന്ന കൃത്യമായ റിവ്യൂവും കാര്യങ്ങളും എടുത്തെടുത്താണ് മുമ്പോട്ട് പോകുന്നത്. ഒരു കാര്യം ചെയ്യണ്ട എന്ന് കമ്പനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കാര്യം അവർ ചെയ്യില്ല. ഫീൽഡിനെ പിണക്കുന്ന ഒരു പരിപാടിക്ക് അവർ നിൽക്കില്ല. ഇനി ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കമ്മീഷൻ തരണമെന്ന് പറഞ്ഞാൽ 10 പൈസ തരത്തില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യും. അതായത് അവർക്ക് എന്ത് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർക്ക് നല്ല ഐഡിയ ഉണ്ട്. പക്ഷെ നമ്മളെയും കൂടെ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അവർ ചെയ്യത്തില്ല. അനാവശ്യമായിട്ട് നമ്മളെന്തെങ്കിലും ചോദിച്ചോട്ട് തരത്തുമില്ല. 13 കൊല്ലം മൈലേജ് സ്റ്റൈൽ എങ്ങനെ ഇവിടെ എത്തി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം. എല്ലാവരും ഒരുപോലെ കാണുന്നത്. ഒരു തെറ്റ് ചെയ്തിട്ട് ഡയമണ്ട് ചെന്നാലും ഡിസ്ട്രിബ്യൂട്ടർ ചെന്നാലും അതുവരെയുള്ള ചിരിയൊക്കെ അങ്ങ് മായും. പിന്നെ വേറെ ഏതോ രാജ്യത്തുള്ള ആൾക്കാർ നമ്മളെ പരിഗണിക്കുന്ന പോലെ ആയിരിക്കും പരിഗണിക്കുന്നത്. തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമപ്രകാരം നിഷേധിക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തെറ്റ് കൊള്ളരുതാഴി ചെയ്തിട്ട് ആര് ചെന്നാലും അവരെ സംരക്ഷിക്കില്ല. ഒരു സംരക്ഷണവും ഇല്ല. അപ്പം ഞങ്ങളൊക്കെ നല്ല മക്കളായിട്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ നമുക്ക് ചീത്ത കുട്ടികളാകാൻ അറിയാൻ പാടില്ലായിട്ടല്ല, പകരം നല്ല കുട്ടികളായില്ലെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്നുണ്ട്.
അപ്പം അങ്ങനെ നമ്മളെ നയിക്കാൻ, നമ്മളെ വളർത്താൻ കഴിയുന്നൊരു മാനേജ്മെന്റ്. പിന്നെ നിങ്ങൾ തന്നെ സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കുക. നിങ്ങളൊരു കമ്പനി തുടങ്ങി, ഡയറക്ട് സെല്ലിംഗ് അല്ല, എന്തെങ്കിലും കമ്പനി തുടങ്ങി. ഒരു 10 കൊല്ലം നിങ്ങളുടെ കമ്പനി പ്രവർത്തിച്ച ഒരാൾക്ക് എല്ലാ മാസവും ഒരു 60 ലക്ഷമോ 70 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെ നിങ്ങൾ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പം ചെറുതായിട്ടൊന്ന് കൈ വിറയ്ക്കത്തില്ലേ? എൻ്റെ സംശയം ചോദിക്കുകയാണ്. ഇവന് ഈ 60 ലക്ഷം കൊടുക്കണോ, 80 ലക്ഷം കൊടുക്കണോ? വിറയ്ക്കില്ലയോ? ഇനി അതിലൊരാൾ മരിച്ചുപോയി, ഒരു സീനിയർ ആയിട്ടുള്ള ആൾ മരിച്ചുപോയി, അയാൾക്കൊരു 30 ലക്ഷമോ 40 ലക്ഷമോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മരിച്ചുപോയി. ഈ ബിസിനസ് എന്താന്ന് പോലും അറിയാത്ത അയാളുടെ ഭാര്യയോ മക്കളോ വന്നാൽ അതേ 40 ലക്ഷം 1 രൂപ പോലും കുറയ്ക്കാതെ അവർക്ക് കൊടുക്കണമെങ്കിൽ കൈ വിറയ്ക്കട്ടെ? വിറയ്ക്കാതെ കൊടുക്കുന്നുണ്ടോ? വിറയ്ക്കാതെ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കൃത്യമായി എത്തിക്കലി നമ്മുടെ കമ്പനി ഭയങ്കര സ്ട്രോങ് ആണ്. എത്തിക്കലി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മനസാക്ഷി കൊണ്ട് ആണ് കമ്പനി ബിസിനസ് ചെയ്യുന്നത്. അല്ലാതെ കോർപ്പറേറ്റ് കമ്പനികളെ പോലെ കച്ചവടം മാത്രം നോക്കിയല്ല, അതിനകത്തൊരു എത്തിക്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ പുതിയ ആൾക്കാരോടൊക്കെ ഉള്ള മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ആഴത്തിലൊന്നും പറയാത്ത. 13 കൊല്ലം ആയതുകൊണ്ടാണ് ഞാൻ കമ്പനിയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതിൽ ചില അനുഭവങ്ങളൊക്കെ സത്യത്തിൽ ഞാൻ തുടങ്ങിയ സമയത്തെ ചില അനുഭവങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഇരുത്തി ചിന്തിപ്പിച്ചിരുന്നു. അതിലൊരനുഭവം ഞാൻ ഒന്ന് പറയാം. 2017 കമ്പനിയുടെ ഒരു മലേഷ്യൻ ട്രിപ്പുണ്ട്. ഈ മലേഷ്യൻ ട്രിപ്പിൽ 2000 എത്രയോ ആൾക്കാർ അച്ചീവായി. അപ്പോൾ എൻ്റെ ടീമിൽ നിന്നും കുറേ ആൾക്കാർ അച്ചീവായി. എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ലീഡർ, പേര് പറയുന്നില്ല, മലേഷ്യൻ ട്രിപ്പ് അച്ചീവായി. അപ്പം ഞങ്ങളെ ഓരോ റീജിയണിൽ നിന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എയർപോർട്ടിൽ നിന്നായിരിക്കില്ല. ഇന്ത്യയിലെ കമ്പനിയുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ 8 or 10 എയർപോർട്ടിൽ നിന്നായിട്ടായിരിക്കും ഈ 2000 or 3000 ആൾക്കാർ പോകുന്നത്. പല സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് 200 പേരുണ്ട്, ഞാനടക്കം, ഞാൻ ഈ പറഞ്ഞ എൻ്റെ ടീം ലീഡർ അടക്കം. അങ്ങനെ ഞങ്ങൾ എല്ലാം ചെന്നു. അപ്പം അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് ഫുൾ ഡോക്യുമെന്റ് തരത്തുള്ളൂ. നമ്മുടെ ടിക്കറ്റ്, നമ്മൾ പാസ്പോർട്ടൊക്കെ നേരത്തെ കൊടുക്കണം. ടിക്കറ്റും കാര്യമൊക്കെ നമ്മുടെ ഇതൊന്നും വല്ലയിടത്തും കൊണ്ട് കളയുന്നുള്ളതുകൊണ്ട് എയർപോർട്ട് ഇത്ര സമയത്തില്ല, അവിടുന്ന് തരത്തുള്ളൂ. പക്ഷേ എൻ്റെ ഈ ലീഡർ അവിടെ ചെന്നപ്പോൾ ഒരു സത്യം അയാൾ മനസ്സിലാക്കുകയാണ്. ഇയാളുടെ ടിക്കറ്റ് ഉള്ളത് ഹൈദരാബാദിൽ നിന്ന് പോകുന്നവരുടെ കൂട്ടത്തിലാണ്, കൊച്ചിയുടെ കൂട്ടത്തിലല്ല. ഇയാളത് ഓൺലൈനിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്തപ്പോൾ ഇയാൾ കൊച്ചിക്ക് പോരാ ഹൈദരാബാദ് സെലക്ട് ചെയ്തു. നമ്മുടെ ആളുകളല്ലേ, വല്ല ബോധമുണ്ടോ? ഇതവരോട് സെലക്ട് ചെയ്തു, ഇതെല്ലാം കൂടെ അങ്ങ് അപ്ലോഡ് ചെയ്തു. സംഭവം കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് നോക്കുമ്പം ഇയാളുടെ ലിസ്റ്റ് ഇല്ല. ഇയാൾ കിടക്കുന്നത് ഹൈദരാബാദാണ്. ഇത് അറിഞ്ഞോടുകൂടി ഇയാളങ്ങ് കരയാൻ തുടങ്ങി. ആദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ വന്നതാണ്. നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ച് പോസ്റ്ററൊക്കെ നാട്ടിൽ ഫ്ലക്സൊക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. മലേഷ്യയിലോട്ട് പറക്കുന്ന ആൾക്ക് അഭിനന്ദനം എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് മുഴുവൻ ഫ്ലെക്സും വെച്ചിട്ട് വന്നിരിക്കുകയാണ്. കൊച്ചി എയർപോർട്ടിൻ്റെ വാതൊക്കെ വന്ന് കൊടുങ്കയും കുത്തി തലയ്ക്ക് കൊടുത്ത് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാനിനി ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും? നാടിനെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് വന്നതാണ്, ഭാര്യയും മക്കളും ഒക്കെ വലിയ പ്രതീക്ഷയിലിരിക്കുകയാണ്, ഞാൻ മലേഷ്യയിൽ പോയിട്ട് ഗിഫ്റ്റും കൊണ്ട് വരുന്നത് നോക്കി, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നേരെ അപ്പം തന്നെ നമ്മുടെ റീജിയണൽ മാനേജർ ചലവ് സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒരു അബദ്ധം പറ്റി സാർ, പിന്നെ ഇവൻ കൊച്ചിക്ക് പോരാ ഹൈദരാബാദാ വെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു, എന്ത് ചെയ്യും സാറേ, കമ്പനിയുടെ മിസ്റ്റേക്കാണ്, കമ്പനിയോട് പറയാം, ഇത് ഇവൻ്റെ മിസ്റ്റേക്ക് അല്ലേ? ഇവൻ ഹൈദരാബാദ് ഫ്ലൈറ്റ് അന്ന് 3 മണിക്കൂർ കഴിഞ്ഞാൽ ഹൈദരാബാദ് ഫ്ലൈറ്റ് പോവാം. അപ്പോൾ ഞാൻ ആ സത്യം മനസ്സിലാക്കി, ഇവന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാളത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഇയാൾ കരയാണ്, കൊച്ചു പിള്ളേർ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് കൈലാസ് സാറിനെ ഒന്ന് വിളിക്കുക, CEO എന്ന് വിളിച്ച് സംസാരിച്ചു നോക്ക്, എന്നിട്ട് ഇവൻ്റെ ഒരു ഫോട്ടോ എടുത്തൊന്ന് അയച്ചു കൊടുക്കുക. ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. സെന്റിമെന്റ്സേ നടക്കത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി, കാര്യം നമ്മൾ ഡയലോഗ് ഇട്ട് കാര്യമില്ല. എന്നിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഞാൻ കൊടുത്തു. വോയിസ് മെസ്സേജ് ഇട്ട് ഇവർക്ക് കേൾക്കാനുള്ള നേരമില്ല. ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തു, സാർ ഇതുപോലെ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാണ്, അബദ്ധം പറ്റിയതാണ്, ഹൈദരാബാദ് വെച്ച് പോയി, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാമെന്ന് ചോദിച്ചു. അപ്പം അത് ഈ മെസ്സേജ് കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കൈലാസ് സാർ എൻ്റെ നമ്പറിൽ വിളിച്ചു. കാര്യം ഇവൻ്റെ ITC ഞാനാണ്. എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, എടാ ആളുകളെ അച്ചീവ് ആക്കിയാൽ പോരടാ, ഇത് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം കൂടെ നിനക്കുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി സാർ, തെറ്റുപറ്റി, സോറി, ക്ഷമിക്കണം, മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവനെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം ഇവൻ ഇനി കൊണ്ടുപോകണ 40,000 രൂപ വേറെ കമ്പനിക്ക് ചിലവാ, അത് നീ തരുമോയെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ,
40,000 പോയോ? നിന്ന് നിപ്പിലാണ് 40,000 പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ തരും സാർ, ഞാൻ തരാം സാർ. ഉടനെ പുള്ളി പറഞ്ഞു, ആ കാശൊന്നും തരണ്ട, അവനെ രാത്രി ഫ്ലൈറ്റിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പൈസയായി, 12,000 രൂപ കണ്ട് കമ്പനിക്കായി. ഞാൻ അവനെ രാത്രി 9 മണിക്കത്തെ ഫ്ലൈറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്, നീ അവനെ കയറ്റി ഹൈദരാബാദിൽ കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവനെ 5,500 രൂപ മുടക്കി ഹൈദരാബാദ് ഫ്ലൈറ്റ് കയറ്റി വിട്ടു. ഞങ്ങൾ അവിടെ ചെന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഇവൻ മലേഷ്യയിൽ എത്തുകയും ചെയ്തു. അപ്പം ഞാൻ പറയുന്നത്, ഒരു രൂപ എൻ്റെ കട്ടിങ്ങും പോയില്ല, 10-15,000 രൂപ കമ്പനിക്ക് നഷ്ടമോ ലോസ് വന്നു. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് 2,500 പേര് അച്ചീവ് ആയതിനകത്തുനിന്ന് ഒരാൾ കുടുങ്ങിയാലും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു പോയാലും കുഴപ്പമില്ല, അവൻ്റെ മിസ്റ്റേക്ക് അല്ലേ. പക്ഷെ ആ ആളെ ചേർത്ത് പിടിക്കാനുള്ള ആളിന്ന് എൻ്റെ ITC ആണ്, അത് വേറെ കാര്യം. ഇപ്പൊ പറഞ്ഞ ആൾക്ക് നാണക്കേടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ആളിന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട 10-20 കോടി മാച്ചിങ് ആയി നിൽക്കുന്ന ഒരാളാണ്. അന്ന് കരഞ്ഞ കരച്ചില് പെറ്റ തള്ള കണ്ട സഹിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വിജയിച്ച, അങ്ങനെ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്. പലർക്കും ഇതൊന്നും അറിയില്ല. ഇവരുടെ എല്ലാവരുടെയും വിചാരം പ്രൊഡക്റ്റും പ്ലാനും മാത്രമാണ് കമ്പനി. ഈ സിസ്റ്റം റൺ ചെയ്യുന്നതിന്, ഈ ബിസിനസ് നടക്കുന്നതിന് നമ്മൾ പറയും നമുക്ക് ചില പ്രൊഡക്റ്റ്, സാറേ ആ പ്രൊഡക്റ്റ് ഇല്ല, ഈ പ്രൊഡക്റ്റ് വരുന്നില്ല എന്നൊക്കെ പറയും. നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, ഈ 1,100 ഔട്ട്ലെറ്റിലേക്ക് എല്ലാ ആഴ്ചയിലും ഈ ഫാക്ടറിയിൽ നിന്ന് പ്രോപ്പറായിട്ട് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. മീൻസ് ഒരു സർക്കിൾ റണ്ണാവുന്നുണ്ട്, അതിൻ്റെ ലോജിസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പല കമ്പനിയും വളരുമ്പോൾ നിങ്ങൾ പിയേഴ്സിൻ്റെ സോപ്പ് ഇട്ടാൽ അമേരിക്കയിലായിരിക്കും പൈസ പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ടായിരിക്കും പൈസ പോവുക. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ വേറെ ഏതെങ്കിലും രാജ്യത്തോടായിരിക്കും പൈസ പോവുക. മറിച്ച് മൈലേജ് സ്റ്റൈൽ കമ്പനിയുടെ എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയാലും 1 രൂപ ഈ രാജ്യത്തിന് പുറത്തു പോകുന്നില്ല. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടന്നു, ഇന്റർനാഷണൽ ട്രേഡ് ഫെസ്റ്റോ അങ്ങനത്തെ ഒരു സംഭവം നടന്നു. ആ ഫെസ്റ്റിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് മൈലേജ് സ്റ്റൈലിനെ അങ്ങോട്ട് ലെറ്റർ അയച്ച് ക്ഷണിച്ചു. എന്തിന്? ആ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട്. നിങ്ങൾ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ കേരളത്തിലൊരു ഡയമണ്ടാണ്, ഒരു കൊല്ലം GST ഇൻകം ടാക്സും കൂടെ 1 കോടിക്ക് മേളിൽ ഞാൻ മാത്രം അടയ്ക്കുന്നുണ്ട്. അങ്ങനത്തെ ഏതാണ്ട് 50-ന് പുറത്ത് ITC തൊട്ട് മേപ്പോട്ടുള്ള ഒരു കേരളത്തിൽ മാത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിൽ മാത്രം എങ്ങനെ പിടിച്ചാലും ഒരു 50 കോടി രൂപ മൈലേജിന്റെ ലീഡേഴ്സ് മാത്രം മാസം വർഷം അടയ്ക്കുന്നുണ്ട്. അതിൻ്റെ എത്രയോ മടങ്ങ് കമ്പനി അടയ്ക്കുന്നുണ്ടാവും ഈ പ്രൊഡക്റ്റ് മുഴുവൻ വിൽക്കുന്നതിന്. ഒരു മാസം 20 കോടിയുടെ ബിസിനസ് കേരളത്തിൽ നിന്ന് വന്നാൽ, ആവറേജ് ചുമ്മാ ഞാൻ ഒരു കണക്ക് പറയുന്നേ ഉള്ളൂ, 20 കോടി വന്നാൽ അതിൻ്റെ GST അതിൻ്റെ 18% കണക്ക് അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഏതാണ്ട് ഒരു 4 കോടിക്കടുത്ത് ഒരു മാസം. അതായത് 100 കണക്കിന് കോടി രൂപ വർഷാവർഷം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനും നികുതി കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയുടെ കോൺട്രിബ്യൂഷന് വലിയ പങ്ക് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഇതിനൊക്കെ പകരം ആകെ പറയുന്നത് കാശ് കിട്ടി കാശ് കിട്ടി കാശ് കിട്ടി എന്ന് പറയത്തുള്ളൂ. നമ്മുടെ കമ്പനി നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റേറ്റിൽ എന്ത് ചെയ്തു, നമ്മുടെ സാമ്പത്തിക രംഗത്ത് എന്ത് ചെയ്തു, നമ്മുടെ ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എത്രത്തോളം വലിയ ഡിവൈൻ പ്രൊഫഷനാണ് ചെയ്യുന്നത്, നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി നടക്കുകയും വീട്ടിലെ ആൾക്കാർ കളിയാക്കി തിരിച്ചു വരികയും ചെയ്യുന്നെങ്കിൽ കൂടി നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ് എന്ന് ആത്മാഭിമാനത്തോടെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷനാണ്, ഒരു ദൈവികമായ തൊഴിലാണ് കച്ചവടം. അതിനോട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് വേണ്ടിയിട്ടായിരിക്കത്തില്ല, പക്ഷേ അത് സെയിൽസാണ്, അതിനകത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ വേണം. ഇപ്പം ഞാനിവിടെ ഈ ഡോർ ടു ഡോർ സെയിലിനൊക്കെ ഒത്തിരി ആൾക്കാർ വരും. നമുക്കറിയാം ഓരോ ഉടായ്പ പ്രൊഡക്റ്റും ഒക്കെ ആയിട്ടാണ് പലരും വരുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ഒന്നുമില്ല, അല്ലാതെ ഇതാണ് പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു വരും. അപ്പം വീട്ടിൽ ചിലപ്പോൾ ഇവർ ഇല്ലെന്നൊക്കെ പറഞ്ഞു വിട്ടേക്കും. ഞാൻ കാണുവാണെങ്കിൽ വിളിച്ച് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ എടുത്തിട്ട് പറയാം അതിനുള്ള സാധനം എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയാം സാറേ വേറെ എടുക്കട്ടെ. ഞാൻ പറഞ്ഞു ഒന്നും എടുക്കണ്ട, നിങ്ങൾ ഒറ്റ സാധനം ഞാൻ വെച്ചാൽ മതി, ഇതിനുള്ള എന്തെങ്കിലും സാധനം തന്നതെന്ന് പറയും. അത് ഉപയോഗിക്കുന്നത് പോലും ഇല്ല, അത് ആർക്കെങ്കിലും കൊടുത്തേക്കത്തേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ സെയിൽസ് എന്ന സ്കില്ല്, ഞാൻ ഒത്തിരി വീടുകളിൽ പണ്ട് പോയിട്ടുണ്ട്, ഇതൊരു ബിസിനസ്സായിട്ട് റീറ്റെയിലായിട്ട്. അതേ മാനസികാവസ്ഥയിൽ വേണം നമ്മൾ ഈ ബിസിനസ്സിനെ കാണാൻ. സെയിൽസ് ഒരു കുറഞ്ഞ പണിയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പണിയാണ് സെയിൽസ്. ഇന്നത്തെ പത്രത്തിൽ രാവിലെ ഏതോ ഒരു ന്യൂസിൽ ഞാൻ കണ്ടതാണ്, സൗദിയുടെ GDP-യേക്കാൾ കൂടുതലാണ് ഇപ്പോൾ അംബാനിയുടെ അദാനിയുടെ ഒക്കെ സമ്പത്ത്. ഇന്ത്യയിലെ കോടീശ്വരന്മാർ ഒരു രാജ്യത്തിൻ്റെ GDP-യേക്കാൾ മേളിൽ എത്തിയെങ്കിൽ അതിൻ്റെ അർത്ഥം കച്ചവടം തന്നെ. സെയിൽസാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം നമ്മൾ നിൽക്കുന്ന മൈലേജ് സ്റ്റൈൽ എങ്ങനത്തെ ഒരു കമ്പനിയാണ്, എന്താണെന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്ക് വേണം. കാര്യം
കൂണു പോലെ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് ഇഷ്ടംപോലെ കമ്പനികൾ മുളച്ചു വന്ന് ഇപ്പം രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇതിനകത്തോട്ടൊക്കെ ആളുകൾ ചെന്ന് ചാടുന്നുണ്ട് ഇഷ്ടം പോലെ. കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. നല്ല ബുദ്ധിയും കഴിവുമുള്ള ആൾക്കാർ, നമ്മുടെ കളരിയിൽ നിന്ന് പണി പഠിച്ചവരെയൊക്കെയാണ് പലരും വിളിക്കുന്നത്. പണി പഠിപ്പിക്കാൻ നമ്മളും മറ്റേ കാക്കയുടെ കൂട്ടിൽ കുയിൽ കൊണ്ട് മുട്ടയിടുന്നവർക്ക് പണി പഠിച്ച ആൾക്കാരെ പണി പഠിപ്പിച്ച് കഴിഞ്ഞ് ഇവരെ മോഹന വാഗ്ദാനം കൊടുത്ത് കൊണ്ടുപോയി എവിടെയല്ലാണ്ടാക്കി നശിപ്പിച്ച് വഴി പിഴപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ഇവർ ഇവിടുന്ന് പോകുന്ന നാണക്കേട് കൊണ്ട് ആ കമ്പനി പോകുന്ന കമ്പനി 3 കൊല്ലോ 6 കൊല്ലോ 6 മാസം 3 മാസം 6 മാസം കഴിയുമ്പോൾ അത് പൂട്ടും. ഇത് പൂട്ടുന്നതിനിടയ്ക്ക് ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ 100 കണക്കിന് ആൾക്കാരെ വന്ന് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇത്ര വർഷം മൈലേജ് സ്റ്റൈൽ ചെയ്തു, ഞാൻ ഒന്നും നേടിയില്ല. അത്ര കൊല്ലം വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. നേരെ പണിയെടുത്തിട്ടുണ്ടാവില്ല, പറഞ്ഞ അനുസരിച്ചിട്ടുണ്ടാകത്തില്ല. ഇതൊക്കെ ആയിരിക്കും കുഴപ്പം. എന്നിട്ട് ഞാൻ എവിടെ എത്തില്ല, പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിക്കും. ഒരുമാതിരി ബുദ്ധിയും ബോധമുള്ള ആരും പോത്തില്ല. പോവാതിരിക്കുമ്പോൾ ഇവർ വെല്ലുവിളിക്കും. കാണിച്ചു തരാടാ 6 മാസം കഴിഞ്ഞ് ഞാൻ എന്താവുമെന്ന്, 1 കൊല്ലം കഴിഞ്ഞ് എന്താവുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോകും. ഈ പോകുന്ന ആളുകൾ 6 മാസം പോയിട്ട് 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം കുളമാവും. പക്ഷെ വെല്ലുവിളിച്ചുകൊണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, നാണക്കേടായിപ്പോൾ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ഈ വീട്ടിലോട്ട് കയറത്തില്ല എന്ന് പറഞ്ഞ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ ഇവർ ഈ തിരിച്ചു വരാത്തതിൽ വലിയ സങ്കടമൊന്നുമില്ല. പക്ഷെ ഇവർ വീണ്ടും ഇതിനേക്കാൾ വലിയ കുഴപ്പത്തിലോട്ടാണ് പോകുന്നത്. പിന്നീട് ഇവർ പോയി എല്ലാവരും പഴയ ഒരു പ്രയോഗമുണ്ട്, വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറയും. ഇവർ പോയി കുറേ കഥ പിന്നെ പറയും. അതായത് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചും ഇവരെ ഇതിൻ്റെ അപ്പോസ്തലന്മാരാന്നും ഇതുണ്ടായ കാലഘട്ടത്തോട്ടുണ്ടെന്നും അങ്ങനെയാന്നും ഇങ്ങനെയാന്നൊക്കെ പറയും. ഒരു കാര്യം വളരെ സിൻസിയറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അച്ചടക്കത്തോടെ നല്ലൊരു കമ്പനിയെ തിരഞ്ഞെടുത്ത് ആ കമ്പനിയിൽ ഒരു പക്ഷേ 2 കൊല്ലോ 3 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലോ നന്നായി പ്രവർത്തിക്കുന്ന ഏതൊരാളും രക്ഷപ്പെടും. അത് നല്ല കമ്പനി ആയിരിക്കണം, നല്ല പ്ലാൻ ആയിരിക്കണം. ഭാഗ്യവശാൽ നമുക്കെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ഒരു കമ്പനി കയ്യിലുണ്ട് ഇപ്പം തന്നെ. ഞാൻ പറയുന്നത്, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കയ്യിലുള്ള നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഒരു തെറ്റായ മോട്ടിവേഷൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ വലിയ ടീം ഉണ്ടാക്കി ചെല്ലുമ്പം കമ്പനി മാനേജ്മെൻറ്റും ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ ആദ്യം പറഞ്ഞാണ്, വലിയ പൈസ കിട്ടുമ്പം ഒപ്പിടുമ്പം കൈ വിറയ്ക്കുന്ന മാനേജ്മെൻ്റാണ് ആലോചിച്ച് നോക്കി. ഇതൊക്കെ പ്രതിസന്ധികളാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു വണ്ടി കയറുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനം. രാത്രി വസന്ത സാറ് രാത്രി 10 മണിക്ക് ചിന്നക്കട ജംഗ്ഷന് വെച്ചിട്ട് എറണാകുളത്തോട്ട് പോകാനായിട്ട് ഒരു കാറിന് കൈ കാണിച്ചു. ഞാനാണ് ആ കാർ ഓടിക്കുന്നത് നിൽക്കുക. വസന്ത സാർ വേറെ ബസ്സൊന്നും കിട്ടാനില്ല, ബസ്സൊക്കെ ഇല്ല. വസന്ത സാറ് കൈ കാണിച്ചു, ഞാൻ കാർ ഓടിച്ചവിട്ടി. അപ്പോൾ വസന്ത സാർ ചോദിച്ചു, എറണാകുളത്തിനാണോ? ഞാൻ പറഞ്ഞു കയറിക്കോ. വസന്ത സാർ ഹാപ്പി. എറണാകുളം വരെ AC കാറിൽ പോവാം. എന്നെ ഒരു പരിചയമില്ല, ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയത്തില്ല, എൻ്റെ കാറും പരിചയമില്ല. അപ്പോൾ വസന്ത സാറിൻ്റെ വിചാരം 2.5-3 മണിക്കൂർ കൊണ്ട് സാർ എറണാകുളത്ത് ചെല്ലുമെന്ന്. എൻ്റെ പ്ലാൻ വസന്ത സാറിനെ ഒരു ആലപ്പുഴ സൈഡിൽ, കടപ്പുറ സൈഡിൽ ഒരു പറമ്പിൽ ഈ വണ്ടി കയറ്റിയിട്ട് സാറിനെ മയക്കിയിട്ട് സാറിനെ അവിടുന്ന് കടത്തി എവിടെയെങ്കിലും കൊണ്ടുപോയി സാറിൻ്റെ കിഡ്നി പറിച്ച് വിൽക്കാനാണ് എൻ്റെ പ്ലാൻ. ഇതൊന്നും അറിയാതെ കാറിൻ്റെ ചോട്ടിൽ, കാറിൻ്റെ ബാക്ക് സീറ്റിൽ വിരിഞ്ഞ് കിടക്കുകയാണ് വസന്ത സാറ്. എറണാകുളത്ത് പോവുക. സാറിൻ്റെ ഭാവി ഈ വണ്ടി ഓടിക്കുന്ന എൻ്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാറിനില്ലാതെ പോയി. സാർ സംഭവം മറ്റേ ഇതൊക്കെയാണ്, ഹെഡ് മാസ്റ്ററും പ്രധാന അധ്യാപകനൊക്കെയാണ്. പക്ഷേ കിഡ്നി കൊണ്ടുപോകാനാണ് ഈ പോകുന്നതെന്ന് മനസ്സിലാക്കത്തില്ല. അതായത് നിങ്ങളൊരു ബിസിനസ്സിലോ ഒരു കമ്പനിയിലോ കയറിയാൽ അത് ഓടിക്കുന്നവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും ഒരു വണ്ടിയിൽ കയറരുത്. ഇത് ഓടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഓടിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കാലം, അതായത് ഒരാളുടെ കൂടെ ഒരു ദീർഘയാത്ര ചെയ്താൽ അറിയാം അവൻ ഏതാ മുതലെന്ന്. എനിക്കറിയാൻ പറ്റും വളരെ പെട്ടെന്ന്. ഒരു 3-4 മണിക്കൂർ നടന്നാൽ യാത്ര ചെയ്യാം, അറിയാൻ പറ്റും. അപ്പം നമ്മൾ ദീർഘയാത്ര ചെയ്യുന്ന പോലെ വസന്ത സാറ് വിശ്വാസത്തോടെ, സാറേ തമാശ പറഞ്ഞ കേട്ടോ, കിഡ്നി ഞാൻ എടുക്കത്തില്ല, വല്ലവരും കിഡ്നി എടുത്തിട്ട് എൻ്റെ വല്ല പറയല്ലേ. അനീഷ് സാർ അന്ന് 300 പേരുടെ മുമ്പ് വെച്ച് പറഞ്ഞ എൻ്റെ കിഡ്നി എടുക്കുമെന്ന് എന്ന് പറയരുത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുമ്പം കിഡ്നി എടുത്ത് കളയാവുന്ന പ്ലാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എന്തിനാണ് നമ്മളെ ഇവൻ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കണം.
അവൻ്റെ പേസ്റ്റും സോപ്പും ഷാമ്പും ഒക്കെ വിറ്റ് അവൻ്റെ കമ്പനിയുടെ നെറ്റ്വർക്ക് വളർത്തി അതിലൂടെ അവർക്കും നമുക്കും ലാഭം ഉണ്ടാക്കാനാണോ, അതോ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ കയ്യിൽ നിന്ന് വലിയ ഷെയർ ഒക്കെ ആയിട്ട് ഇപ്പൊ കമ്പനി ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷെയർ കൊടുക്കലാണ്. 3 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വെച്ചിട്ട് ഷെയർ വിറ്റുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ. അതായത് ഇപ്പൊ മൈലേജ് സ്റ്റൈലിൽ ഒരു ഷെയർ 5 ലക്ഷം രൂപയ്ക്ക് കിട്ടിയാൽ ആധാരം പണയം വെച്ച് നിങ്ങൾ എടുക്കും. കാര്യം എന്താ? വമ്പൻ കമ്പനിയല്ലേ. ഇതുപോലെ വമ്പനാകാൻ പോകുന്ന കമ്പനിയുടെ ഷെയർ വിൽക്കാൻ നടക്കുന്ന ആളുകളും ഉണ്ട്. ഇത് നമ്മുടെ കാശെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഷെയർ ഒന്നും കൊടുക്കണ്ട, കിട്ടിയത് കൊണ്ടങ്ങ് പോയേക്കാം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ 5 ലക്ഷം വാങ്ങി നമ്മൾ ഇടിയിച്ച അമ്മാവിൻ്റെ, അളിയൻ്റെ, അനിയൻ്റെ ഒക്കെ കാര്യം കട്ടപ്പുകയാ. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതിന് പകരം 4 പേസ്റ്റുമായിട്ട് ചേച്ചി ഒരു പേസ്റ്റ് എടുക്കാവോ എന്ന് ചോദിച്ചാൽ വൈകുന്നേരം വീട്ടിൽ വന്ന് സുഖമായി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങാം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ 13 വർഷം തികഞ്ഞ വേളയിൽ. കാര്യം ഏറ്റവും കൂടുതൽ എൻ്റെ കൂട്ടത്തിൽ വന്ന് ഭയങ്കരമായി വളരാൻ സാധ്യത ഉണ്ടായിരുന്ന പലരും വളഞ്ഞു പോയത് ഇതുപോലെയുള്ള ഏതൊക്കെയോ ആൾക്കാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ട. ഇനിയൊരു കുട്ടി അങ്ങനെ പോകരുത്, മീൻസ് ഇനിയൊരു ലീഡർ അങ്ങനെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ല അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ 13ാമത്തെ വർഷത്തിൽ നമ്മൾ എത്തി. നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്തോട്ട് കടക്കുകയാണ്. 13ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എത്തി. ഇനി നമ്മളെ സംബന്ധിച്ചുള്ളത് ഈ വർഷത്തിൽ അടുത്ത 14-ന് മുമ്പ് കമ്പനി കുറേ ചേഞ്ചസ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിരുന്നു. ചേഞ്ചസ് മീൻസ് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനൗൺസ്മെന്റ്സ്. അതൊക്കെ ഈ നവംബറിലൊക്കെ ഉണ്ടാവും. പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മുടെ ഫൗണ്ടർ പറയും നിങ്ങൾക്ക് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ സാധനം തരും. അങ്ങനെ തന്ന ചോക്ലേറ്റാണ് TDF, അങ്ങനെ തന്ന ചോക്ലേറ്റാണ് PBയുടെ ടാർഗറ്റ് കുറച്ചത്, അങ്ങനെ തന്ന എന്താ പറയണ്ടേ ചോക്ലേറ്റുകളാണ് ഈ പല മീറ്റിംഗ് സെന്ററുകളും പല പുതിയ പ്രോഡക്റ്റുകളും എല്ലാം ഓരോന്ന്. അതൊക്കെ ഇപ്പം നമുക്ക് ഈ ചിലതൊന്നും നമുക്ക് അറിയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം. ചിലതിൻ്റെ ഒന്നും വില നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റ് വില മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ആയുവീർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ആയുവീർ കൊടുത്തു. ഒറ്റ ബോട്ടിൽ കൊടുത്തേ ഉള്ളൂ. അവരുടെ പല പ്രശ്നങ്ങളും അത്ഭുതകരമായ റിസൾട്ടായി. നമ്മൾ അറിയുന്നുണ്ടോ ആയുവീറിൻ്റെ ഗുണം? പുതിയ സാധനം എന്നുള്ളതല്ല, നമ്മളിത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സത്യത്തിൽ ഇന്നും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-1 പോലും തിരിച്ചറിയാത്ത പ്രോഡക്റ്റുകൾ നമ്മുടെ കിടപ്പുണ്ട്. അതായത് 150 പ്രോഡക്റ്റ് ഉള്ളതിൽ ഒരു 20 പ്രോഡക്റ്റൊക്കെയാണ് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ അപാരമായ റിസൾട്ട് ഉപയോഗമൊക്കെ കിടക്കുന്നേ ഉള്ളൂ. അത് തന്നെ ഞാൻ കമ്പനിയോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും പ്രോഡക്റ്റ് മതി, ആദ്യം ഇതൊന്ന് പഠിപ്പിക്കട്ടെ ഞങ്ങൾ, അത് കഴിഞ്ഞ് അടുത്ത് ഇറക്ക്. അങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. കാര്യം അതിനും വീണ്ടും പ്രൊഡക്റ്റാ, ഓരോ പ്രൊഡക്റ്റിനും ആ നിലവാരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി ആവേശത്തോടു കൂടി കുറച്ചും കൂടെ സമയം ഫീൽഡിൽ നിൽക്കുന്നവരായിട്ട് നമ്മളൊന്ന് മാറണം. ചിലർ പറയും സാറേ അങ്ങോട്ട് ശരിയാണ്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, മൈലേജ് സ്റ്റൈൽ അങ്ങോട്ട് കയറുന്നില്ല. സാർ മൈലേജ് സ്റ്റൈൽ അല്ല, നിങ്ങളാ കയറാത്ത. മൈലേജ് സ്റ്റൈൽ വമ്പനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ രക്ഷപ്പെട്ടുകൊണ്ട് ജീവിതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൻ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മൈലേജ് സ്റ്റൈൽ. പക്ഷെ നമ്മളാ കയറാത്ത. നമ്മൾ വീട്ടിൽ നിന്ന് കയറുന്നില്ല എന്ന് പറഞ്ഞത് എങ്ങനെ കയറാനാ? നമ്മൾ ഫീൽഡിൽ പോവും. ഒരു 12-13 മണിക്കൂറൊക്കെ ഫീൽഡിൽ നിൽക്കും. ആണുങ്ങളൊക്കെ സംബന്ധിച്ച് രാവിലെ 7 മണിക്ക് കയറി വൈകിട്ട് ഒരു 10 മണിവരെയൊക്കെ അങ്ങ് ഫീൽഡിൽ നിൽക്കും. 2-3 കൊല്ലം കഷ്ടപ്പെട്, ജീവിതം മാറും. ഇല്ലയുടെ നഷ്ടമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ലോസ് ഉണ്ടോ? ഒരു ലോസും ഇല്ല. തീർത്തങ്ങ് ഇറങ്ങും. ഞങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങിയതാ, വിശ്വാസത്തോടെ ഇറങ്ങിയ ആൾക്കാരെ. അതല്ലാണ്ട് ഒന്നിറങ്ങി കരയ്ക്ക് കയറിയിട്ട് എവിടം വരെ കയറി എവിടം വരെ ആയി എന്ന് നോക്കുന്നതിന് പകരം തീർത്തങ്ങ് ഇറങ്ങുക. പിന്നെ ഈ ബിസിനസ്സിൻ്റെ രീതി നിങ്ങൾക്കറിയാം. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കൂടെയുള്ള എല്ലാവരും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോവുക. 1 കൊല്ലം 2 കൊല്ലം ബിസിനസ് ചെയ്തു, കൂടെ നിന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് 2 പേരുമായിട്ട് ഇടി വെച്ച് ഈ 2 പേരും പിണങ്ങിപ്പോയി. 2 കൊല്ലം പുറകോട്ട് പോയില്ലേ വീണ്ടും? അതായത് 2 കൊല്ലം കൊണ്ട് കൂടെ ലീഡേഴ്സായിട്ട് ഉണ്ടാക്കിയ 2 പേരുമായിട്ട് വഴക്കിട്ട് അവർ പുറകോട്ട് പോയാൽ നിങ്ങൾ ഓൾമോസ്റ്റ് 2 കൊല്ലം വീണ്ടും പുറകോട്ട് പോയി. വീണ്ടും നമ്മൾ പറയും എനിക്കൊരുത്തം വേണ്ട, ഞാൻ ഒന്നേന്ന് പണിയെടുക്കും, ഞാൻ വീണ്ടും കയറ്റിക്കൊണ്ടിരുന്നു പറയും. എന്നിട്ട് കിടന്ന് ഒന്നേന്ന് പണിയെടുക്കും. അപ്പോൾ എന്താ, വീണ്ടും 2 കൊല്ലം പുറകെ പോയിട്ടാണ് പണിയെടുക്കുന്നത്. പകരം കൂടുള്ള ആൾക്കാരെ അവർക്ക് ഇച്ചിരി കുഴപ്പങ്ങളോടൊക്കെ ആണെങ്കിലും ക്രിസ്ത്യൻ വിവാഹം നടത്തുമ്പം ചോദിക്കാറുണ്ട്, പിന്നെ അലക്സാണ്ടറിൻ്റെ മകൾ മേരിയെ ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറാണോ? ആ അർത്ഥത്തിൽ ചോദിക്കും. അതിൻ്റെ അർത്ഥം മേരി ഇനി എന്ത് കാണിച്ചാലും അലക്സാണ്ടറിന് എന്ത് കാണിച്ചാലും ഇതിനെ കൊണ്ട് നടന്നോണം ജീവിതകാലം മുഴുവൻ. അങ്ങനെയാണ് വിവാഹം നടക്കുന്നത്. ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അത് വിശ്വാസമാണ്, പരസ്പര വിശ്വാസമാണ്. അതേപോലെ
നിങ്ങളോടൊപ്പം വരുന്ന ലീഡർ ഇനി എന്ത് വേണ്ടാതിനും കാണിച്ചെന്ന് പറഞ്ഞാലും ഇയാളെ പൊറുക്കാൻ പറ്റും, തെറ്റാണെങ്കിൽ പുറത്ത് കൂടെ കൊണ്ട് നടക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ബിസിനസ് കൂടുന്നത്, വരുമാനം കൂടുന്നത്. മറിച്ച് നീ പോയാൽ പൊട്ടറാ, എനിക്ക് വേറെ ഉണ്ടറാ, ഞാൻ വേറെ ഉണ്ടാക്കൂടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് വഴക്കുണ്ടാക്കി പോകാൻ പാടില്ല. ആളുകളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു രീതി. ഞാൻ പറഞ്ഞ് ശരിയാകാത്ത, വർഷങ്ങളായി മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ച പല കുഴപ്പങ്ങളോടുകൂടി ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ എന്തെല്ലാം കുഴപ്പം എൻ്റെ അപ്പലേൻ മുബിൻ സാർ സഹിക്കുന്നുണ്ടാവും. നേരിട്ട് സഹിക്കേണ്ടി വരുന്നില്ലേലും ഞാൻ കുറേ നന്നാവണമെന്ന് പുള്ളി ആഗ്രഹിക്കുന്നുണ്ടാവും. നന്നാവാൻ എനിക്ക് പറ്റുന്നില്ല, ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്കും പോരായ്മയുണ്ട്, എൻ്റെ കൂടെയുള്ളവർക്കും പോരായ്മയുണ്ട്. അപ്പോൾ ഇതങ്ങ് സഹിച്ചു പോവുക. അതാണ് ബിസിനസ്, അതാണ് ലൈഫ്, അതാണ് ഫാമിലി. അതല്ലാതെ എല്ലാവരെയും അങ്ങ് വലിയ സംഭവമാക്കി കളയാമെന്ന് വിചാരിക്കേണ്ട. ദീർഘകാലം ഓടണമെങ്കിൽ ചിലർ 10,000 രൂപയുടെ ബിസിനസ് ഒരാഴ്ച ചെയ്യുന്നവർ കാണും, ചിലപ്പോൾ 1,00,000 ചെയ്യുന്നവർ കാണും. രണ്ടുപേരെയും കൂട്ടിപ്പിടിക്കാൻ പറ്റണം. മറിച്ച് 10,000 ചെയ്യുന്നവൻ്റെ നീ കണ്ടില്ലടാ അവൻ 1,00,000 ചെയ്യുന്നത്, എന്നെ കൊണ്ട് 10,000 അല്ലേ പറ്റുന്നുള്ളൂ എന്ന് ചോദിച്ച് ഇവൻ്റെ ആത്മാഭിമാനം തകർത്ത് സ്വയം മിടുക്കനായ നോക്കുന്നവരെല്ലാം പട്ടിണിയാണ്. ഇവിടെ നിന്നല്ല എവിടെ ആയാലും. പകരം അവന് 10,000 കഴിയുന്നുള്ളെങ്കിൽ ആ 10,000 പറയുക. അവൻ പോലും അറിയാതെ അവനെ കൊണ്ടത് 1,00,000 ആക്കാൻ പറ്റുമോ നോക്കുക. അവൻ്റെ ആത്മവീര്യം തകർക്കാതിരിക്കുക. അവൻ്റെ ടീമിൻ്റെ മുമ്പിലും അവൻ്റെ സമൂഹത്തിലും അവൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ കയറ്റിയെടുക്കുക. നിങ്ങളാലാവുന്നത് ചെയ്യുക, ബിസിനസ് കയറും. അങ്ങനെ ബിസിനസ് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു മുന്നേറ്റത്തിനുള്ളൊരു പോക്കാണ് നമുക്ക് ഇനിയുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ആഴ്ചത്തെ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. വരുന്ന 2 ദിവസവും കൂടാണ് നമ്മളുടെ, ഇന്ന് വ്യാഴം വെള്ളി, ഇന്നും നാളെ മാത്രമാണ് ഓണപ്പുടവയുടെ കോൺടെസ്റ്റ് ഉള്ളത്. ഇത് എന്താ പറയണ്ടേ, എക്സ്റ്റെൻഡ് ചെയ്യുന്നതല്ല എന്ന വിവരം സന്തോഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ചിലർ പറയും സാറേ ഓണം ആകുന്നല്ലേ ഉള്ളൂ, അപ്പം ഒരാഴ്ചയും കൂടെ ഓണപ്പുടവ അങ്ങ് നീട്ടുമെന്ന്. ഇല്ല, ഇന്നും നാളെയും കൂടെ ഉണ്ടാകത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉറപ്പില്ലെങ്കിൽ പോലും ഈ ഓഗസ്റ്റ് 29 നമ്മുടെ അടുത്ത പെർഫോമേഴ്സ് മീറ്റ് തിരുവല്ല നടക്കും, പൂരുരുട്ടാതിയുടെ അന്ന് ഈ ഓണപ്പുടവ സ്റ്റേജിൽ കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഒരാഴ്ചയും കൂടെ നീട്ടി നമുക്ക് വലിച്ചു പിടിക്കാം. ഇതിനൊക്കെ ഓർഡർ ഇട്ട് സാധനം വരണം. ഇപ്പം തന്നെ കുറേ ആൾക്കാരായി. അതുകൊണ്ട് ഇന്നും നാളെയും കൂടെ കൊണ്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്ത് പരമാവധി അച്ചീവേഴ്സിന് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഓണപ്പുടവ 29 തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ സ്റ്റേജിൽ നിന്ന് വാങ്ങാൻ കഴിയും. അപ്പോഴത്തേക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. നല്ല തിരക്കാണ് പല സ്ഥലത്തും, എനിക്കും കുറേ തിരക്ക്. നാളെ പോയാൽ ഇനി തിങ്കളാഴ്ച വരത്തുള്ളൂ, 3-4 ദിവസം യാത്രകളൊക്കെ. അപ്പോൾ ഒന്നത്, ഇപ്പോൾ ഈ ഓണപ്പുടവ ഇന്നും നാളെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 29ാമത്തെ പ്രോഗ്രാമിലാണ് നമ്മൾ ബെസ്റ്റ് റീറ്റെയിലറിൻ്റെ ഒരു പിന്ന് എല്ലാ ആൾക്കാർക്കും കൊടുക്കുക. ഓൾറെഡി പിന്നൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അത് ബൾക്കായിട്ടുള്ളത് നമ്മൾ എടുക്കുകയാണ്. ഞാൻ ആ പിന്ന് വേണം നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കാം. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് ബെസ്റ്റ് റീറ്റെയിലറിൻ്റെ പിന്ന്. ഇത് ബ്ലാക്ക് കളറാണ്. ഇത് കണ്ടോ, ബെസ്റ്റ് റീറ്റെയിലർ. ഇതിൻ്റെ വൈറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക, ഫുൾ വൈറ്റ് ആയിട്ടുള്ളത്. ഇതിലും സൈസ് കുറച്ചും കൂടെ ഇത് ഇച്ചിരി വലുതാണ്, നമുക്ക് പോക്കറ്റിൽ കുത്താൻ പറ്റാത്ത. ഇതിൻ്റെ വൈറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇല്ല, മോളിൽ ഇരിക്കുക, എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ബ്ലാക്കും വൈറ്റും ചെയ്തിരുന്നു, ഇതിലേതാ നല്ലതെന്നറിയാൻ. അപ്പോൾ വൈറ്റ് കുറച്ചും കൂടെ അടിപൊളിയാണ്. അപ്പം നമ്മൾ ഈ പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് നേടിയ മുഴുവൻ ആൾക്കാർക്കും ഈ പിന്ന് 29ാം തീയതി കൊടുക്കും. ഒന്ന്. ഇനി ഈ മാസം പ്ലാറ്റിനം ആകുന്നവർക്കും ഈ പിന്ന് കൊടുക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഒരു 10,000-ൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിൽക്കുന്ന ഒരാൾ, അല്ലെ 15,000 വാങ്ങിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു 15,000 വാങ്ങി ടോട്ടൽ 30,000-ൽ അയാൾ എത്തിയാൽ അയാൾക്ക് ആ പിന്ന് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഈ മാസം തുടങ്ങിയ ഒരാളാണെങ്കിൽ അയാൾ ഈ മാസം തന്നെ ഒരു 10,000-ൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയോ അല്ലെങ്കിൽ 20,000-ൻ്റെ പ്രൊഡക്റ്റ് അവർ വാങ്ങിച്ചിട്ടുണ്ട്, ബാലൻസ് വാങ്ങിയാലും 30,000-ൽ എത്തിക്കുന്ന എല്ലാവർക്കും ഈ പിന്ന് നമ്മളവിടെ കൊടുക്കും. അപ്പം
ഈ പിന്നിങ് സെറിമണി, അവർക്ക് പിന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങ്, അത് നമ്മുടെ കമ്പനിയിൽ പിന്ന് കൊടുക്കുന്ന ചടങ്ങുണ്ട്, അത് വൻ ചടങ്ങ് കേട്ടോ. അത് നമ്മുടെ ഫൗണ്ടറാണ് പിന്ന് കൊടുക്കുക. ഡയമണ്ട്സിന് മാത്രമേ പിന്നുള്ളൂ. പിന്നിൻ്റെ വില 3 ലക്ഷം രൂപ. ഡയമണ്ടിൻ്റെ മുത്തൊക്കെ വെച്ച പിന്ന എൻ്റെ കയ്യിലുണ്ട് ഒരെണ്ണം. അപ്പോൾ ഈ പിന്ന് കൊടുക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് വലിയ ഫംഗ്ഷനായിട്ട്, കാര്യം ഒരു വർഷത്തിൽ ഒരു 5-10 ആൾക്കാരൊക്കെയാണ് സാധാരണ ഡയമണ്ട്സിലേക്കൊക്കെ എത്തുക, മൊത്തം ഓൾ ഓവർ ഇന്ത്യ. മാക്സിമം ഒരു 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 5 പേർക്ക് വലിയ വിദേശത്ത് വെച്ചായിരിക്കും ഈ പരിപാടി നടക്കുക. പിന്നിങ് സെറിമണി കൺവെൻഷൻ വെച്ചിട്ടായിരിക്കും നടക്കുക. ഞങ്ങൾക്കൊക്കെ മലേഷ്യ വെച്ചിട്ടാണ്. ആ രീതിയിൽ നമ്മുടെ ഫൗണ്ടർ വന്ന് പോക്കറ്റിൽ കുത്തുമ്പം നമ്മൾ ഈ ലോകം ഒരു ആണിക്കകത്ത് കയറ്റി നമ്മുടെ പോക്കറ്റെ കുത്തി തന്ന പോലെ നമുക്ക് തോന്നും. കാര്യം ഒന്ന് അത്രയ്ക്കൂടെ പണിയെടുത്തിട്ടുണ്ടാവും, അത്രയും ഓടിയിട്ടുണ്ടാവും. 2 അതുപോലൊരു സ്റ്റേജിലാണ് ഇത് തരിക. അപ്പം നമ്മളിവിടെ അത്രയൊന്നും ഇല്ലെങ്കിലും 10-200 ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ ഈ പിന്നിങ് സെറിമണി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ പ്ലാറ്റിനവും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ പിന്നെ അപ്പലയും കൊണ്ട് വീട്ടിൽ കൊണ്ട് കുത്തി കൊടുത്ത് ടീമിനെ വഷളാക്കരുത്, അഭ്യർത്ഥിക്കുകയാണ്. പലരും ടീമിനെ കൊണ്ടുവരത്തില്ല മീറ്റിങ്ങിലേക്ക്, എന്നിട്ട് പറയും സാറേ അവരുടെ പിന്നിങ് അന്നേക്ക്, ഇവരുടെ പിന്നിങ് അന്നേക്ക് എന്ന് പറഞ്ഞ് അത് അവിടെ വീട്ടിൽ കൊണ്ട് ഭാര്യയുടെ മക്കളുടെ മുമ്പ് വെച്ച് പോക്കറ്റിൽ കുത്തി കൊടുത്താൽ അതിനൊരു വില കാണത്തില്ല. അത് ഒരു മീറ്റിംഗ് ഹാളിൽ വെച്ച് തന്നെ അവരുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്താണ് അതിനൊരു വില ഉണ്ടാകുക. അതുകൊണ്ട് 29ാമത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, 29ാമത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള പ്ലാറ്റിനങ്ങളെ എല്ലാം എത്തിക്കുക. മുഴുവൻ പ്ലാറ്റിനത്തിനെ കൊണ്ടുവരാൻ പറ്റണം. ആ രീതിയിൽ വേണം ആ പ്രോഗ്രാം നമുക്ക് നടപ്പാക്കാൻ. ആ രീതിയിൽ സീരിയസ് ആയിട്ട് ഈ 2 കാറ്റഗറിയിലുള്ള അച്ചീവേഴ്സിനെ എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്പർ 1, ഓണപ്പുടവയുടെ കോണ്ടസ്റ്റിൻ്റെ അവസാന ആഴ്ച എന്ന നിലയ്ക്ക് അത്. 2, പിന്നിങ് സെറിമണി, പിന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരവസരം. ആ അവസരം പരമാവധി ആൾക്കാരെ അന്ന് എത്തിച്ചുകൊണ്ട് അവർക്ക് പിന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങിന് നമ്മൾ സാക്ഷിയാകുക. 3ാമതൊരു കാര്യം, അന്ന് ഉച്ചയ്ക്ക് ശേഷം RTC എബോ ആൾക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നതാണ് 29ാം തീയതി. നമ്മൾ 12/12/26 മെഗാ പ്രോഗ്രാം ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഹോളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഹോള് കാണാൻ RTC ലീഡേഴ്സ് അന്ന് ഉച്ചയ്ക്ക് ശേഷം RTC എബോ ലീഡേഴ്സ് പോകണം. അപ്പോൾ ഹോള് കാണുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം 13 വർഷം കഴിയുന്നതോടുകൂടി അടുത്ത ഒരു മുന്നേറ്റത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അപ്പം പരമാവധി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, മുഴുവൻ ആളുകളും അന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഇന്നും നാളെയും ദിവസം വളരെ നിർണായകമാണ്. ഓണമാണ് നമ്മളെ സംബന്ധിച്ച് വരുന്നത്. ഓണത്തിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 1 ദിവസമാണ് അവധി. കേരള സർക്കാർ എനിക്കൊന്ന് 2 ദിവസം അവധി കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 ദിവസം അവധി എടുത്തു, കുഴപ്പമില്ല. അതിൽ കൂടുതൽ എടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം പൂരാടത്തിൽ ഒരു പൂക്ക് പോയി കഴിഞ്ഞാൽ പൂരാടവും കഴിഞ്ഞ്, ഉത്രാടവും കഴിഞ്ഞ്, തിരുവോണവും കഴിഞ്ഞ്, അവിട്ടവും കഴിഞ്ഞ്, ചതയവും കഴിഞ്ഞ്, ഓണത്തിന് പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷണമായി സ്വീകരിക്കാറുണ്ട്. പലതരത്തിലുള്ള ദ്രാവകങ്ങൾ കുടിക്കാറുണ്ട്. ഈ ദ്രാവകങ്ങളെല്ലാം കുടിച്ച് ഇതിൻ്റെ ഹാങ് ഓവറായിട്ട് കുറേ ദിവസമൊന്നും പോകരുത്. പ്രത്യേകിച്ച് പുരുഷന്മാരങ്ങനെ കുഴപ്പമുള്ളവരാരും ഇല്ല നമ്മുടെ ടീം. ഈ പ്രോഗ്രസീവിലുള്ള ആരും ഇതൊന്നും ഉപയോഗിക്കുന്നവരല്ല. എന്നാലും ഞാൻ പായസം കുടിച്ച് മത്ത് പിടിച്ച് കിടക്കുന്നതിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഒത്തിരി പായസമൊന്നും കുടിക്കാതെ എല്ലാവരും ബിസിനസ്സിൻ്റെ പുറകിൽ നിന്ന് മാറാണ്ട് ഒരു 3-4 ദിവസം അടിച്ചു പൊളിച്ചു, അതിൽ കൂടുതലാവരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഈ ബിസിനസ്സിനുള്ള ഏറ്റവും വലിയ സങ്കടകരമായ യാഥാർത്ഥ്യം അതാ. കുഞ്ഞു പരിപാടി 15,000-20,000 രൂപയ്ക്ക് തുടങ്ങുന്ന ബിസിനസ് ആയതുകൊണ്ട് എപ്പോൾ വേണം ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റും. 20 ലക്ഷം രൂപയുടെ 50 ലക്ഷം രൂപയുടെ ബേക്കറിയോ റെസ്റ്റോറൻറ്റോ സൂപ്പർ മാർക്കറ്റോ പോലെ അല്ലിത്. ഇതിപ്പോൾ ഓണം, ഒരു നല്ലൊരു ഓണം കഴിച്ച് ഇച്ചിരി അളവ് കൂടുതൽ കഴിച്ച് ബോധം മറഞ്ഞാൽ കൂട്ടത്തിൽ ചിലപ്പോൾ മൈലേജ് മറന്നു പോകാൻ മതി. എന്തോ ഒരു കമ്പനി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓണത്തിന് മുമ്പ്, എന്തുമായിരുന്നു എൻ്റെ പേര്, ഇങ്ങനെയൊക്കെ ഓർക്കും അളവ് കൂടുതൽ കഴിച്ച ഓണത്തിന്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ വരുന്ന 2 ദിവസത്തിൻ്റെ പ്രാധാന്യം നന്നായി സ്വീകരിച്ചുകൊണ്ട് പരമാവധി അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും, ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതനുസരിച്ച് പല തെറ്റായ പ്രവണതകളും ബിസിനസ്സിൽ നടക്കും. പലരും ഒരേ ലൈനിൽ ബിസിനസ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകുമ്പോൾ
അവർ ബിസിനസ്സിൽ നിന്ന് പുറകോട്ട് പോയിട്ട് പിന്നെ കുഴപ്പം മുഴുവൻ ബിസിനസ്സിന് പറയും. അപ്പോൾ ആ നിലവാരത്തിലോട്ട് അല്ലെ അത്തരം ആളുകളുടെ പ്രാപ്പിടിയന്മാരെന്ന് പറയും, അത്തരം ആൾക്കാരുടെ നെറ്റ്വർക്ക് അല്ലെ അത്തരം ആൾക്കാരുടെ സാമീപ്യം നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ബിസിനസ്സിൽ പുറകോട്ട് പോകുന്നുള്ള എൻ്റെ ദുഃഖം. ഇത്രയും വലിയ ഇൻഡസ്ട്രിയിൽ നമ്മൾ തെറ്റായ അവസരങ്ങളിലേക്ക് ഒന്ന് പോയാൽ പിന്നെ പോയത് മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ സംഭവിക്കാതെ നല്ല രീതിയിൽ ശക്തമായി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ മനോജ് സാറ് മീറ്റിങ്ങിലുണ്ട്. ഞാൻ മനോജ് സാറിനെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി